അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീന ഡയറി 1414 ഖണ്ഡിക. അമലോത്ഭവ തിരുനാൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായി പരിശുദ്ധ അമ്മയെ വർണ്ണനാതീതമായ വിധം മനോഹരിയെ ഞാൻ ദർശിച്ചു. എൻ്റെ നോരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മകളെ, ദൈവനിർദ്ദേശപ്രകാരം പ്രത്യേകമായും അനന്യസാധാരണമായും ഞാൻ നിന്റെ അമ്മയായിരിക്കുന്നതാണ്. അതിനാൽ വളരെ പ്രത്യേകമായി നീ എൻ്റെ കുഞ്ഞായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളെ, എനിക്ക് വളരെ പ്രിയപ്പെട്ടതും ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ 3 പുണ്യങ്ങൾ നീ അഭ്യസിക്കണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു. ഒന്നാമതായി എളിമ, എളിമ, വീണ്ടും എളിമ തന്നെ. രണ്ടാമത്തെ പുണ്യം വിശുദ്ധി. മൂന്നാമത്തെ പുണ്യം ദൈവസ്നേഹം. നീ എൻ്റെ മകളാകിയാൽ ഈ പുണ്യങ്ങളാൽ നീ പ്രത്യേകമായും പ്രശോഭിതയാകണം. ഈ സംഭാഷണം അവസാനിച്ചപ്പോൾ അവൾ എന്നെ നെഞ്ചോട് ചേർത്തണച്ചു. അതിനുശേഷം അപ്രതീക്ഷിതമായി എൻ്റെ ഇന്ദ്രിയങ്ങൾ വീണ്ടും സജീവമായപ്പോൾ എൻ്റെ ഹൃദയം അത്ഭുതമഹമായ ഈ പുണ്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഞാൻ വിശ്വസ്തയോടെ അവയെ അഭ്യസിച്ചു. അവ എൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചതുപോലെയായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൽ പ്രത്യേകമായിട്ട് വിശുദ്ധിക്ക് അമ്മയുടെ ദർശനം ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറയാണ്, അനന്യസാധാരണമായും ഞാൻ നിന്റെ അമ്മയായിരിക്കുകയാണ്. നീ എൻ്റെ കുഞ്ഞായിരിക്കണം. വളരെ പ്രത്യേകം ഞാനിത് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 പുണ്യങ്ങൾ നീ അഭ്യസിക്കണമെന്ന് ഞാൻ നിന്നോട് വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത്, 3 പ്രാവശ്യം പരിശുദ്ധ അമ്മ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, എളിമ, എളിമ, വീണ്ടും എളിമ എന്ന്. അതിനുശേഷം നീ അഭ്യസിക്കേണ്ട പുണ്യം വിശുദ്ധിയാണ്. അതിനുശേഷം മൂന്നാമതായി ദൈവസ്നേഹം. ഈ പുണ്യങ്ങളാൽ ഈ പ്രത്യേകമായി പ്രശോഭനയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തൽ എളിയവരെ അവിടുന്ന് ഉയർത്തുന്നു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയെ നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധി. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പുണ്യമാണ് ദൈവസ്നേഹം. ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹം. ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നും ഉപേക്ഷിക്കില്ല എന്നും നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തമൊഴുക്കി നമ്മളെ കാൽവരിയിൽ വീണ്ടെടുത്തവനാണ് നമ്മുടെ ദൈവം നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ പിതാവായ ദൈവം, പിതാവിനുള്ള അനുസരണം വഴി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരിയിൽ 3 ആണികൾ തറയ്ക്കപ്പെട്ട് മരിച്ച നമ്മുടെ പുത്രനായ ദൈവം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നിത്യസഹായകനായി നമ്മളെ കൂടെ നിന്ന് വഴി നടത്തി സഹായിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധ തത്വത്തെ ആരാധിച്ച് നമുക്ക് ഹൃദയത്തിൽ നേറ്റു പറയാം, ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.